നമസ്കാരം. ആരവം ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തമായിട്ട് നമ്മളൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മുടെ വീടുകളിൽ 4 മണിക്ക് സമയത്ത് നമ്മൾ ചായയോടൊപ്പം കഴിക്കുന്ന ഒരു പലഹാരമുണ്ട്. ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി എന്നീ പേരുകളൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. എന്നാൽ അത് തന്നെ അതേ സാധനം തന്നെ നമുക്ക് വേറൊരു ഇച്ചിരി വ്യത്യാസമായിട്ടുള്ള രീതി ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു മധുര കട്ട്ലറ്റ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ചെറിയ 3 ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരൽപ്പം ശർക്കരയുടെ ചെറിയത് വേണം, റൊട്ടിപ്പൊടി, തേങ്ങ, കശുവണ്ടി, കപ്പലണ്ടി, കുറച്ച് മുന്തിരിങ്ങ, അരി വറുത്ത് പൊടിച്ചത്, പിന്നെ ഇത് നമുക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ബാറ്റൺ, മൈദ, ഒരൽപ്പം കളർ ചേർത്ത് ഒരൽപ്പം ഉപ്പും ചേർത്ത് നന്നായി എടുത്തത്, ആവശ്യത്തിന് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിത് നന്നായിട്ട് ഇതിൻ്റെ ഒരു 3 സ്പൂൺ ശർക്കര ചെറിയത്, ഒരൽപ്പം ഏലക്ക, ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇച്ചിരി മുറുക്കം കിട്ടാനായിട്ട് ഒരൽപ്പം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണേ.
കണ്ടോ, നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ ഉരുട്ടിയെടുക്കാനായിട്ട് ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവം നമുക്ക് മതി. ഇനി നമുക്കിത് എണ്ണയിൽ ഇതൊന്ന് വറുത്ത് വരാം. ഇനി നമുക്ക് വറുക്കാനായിട്ട് നോക്കാം. അതെല്ലാം ഞാൻ കുഴച്ച് റെഡിയാക്കി ഈ ഷേപ്പിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ, അത് മൈദ കൊണ്ടുള്ള ബാറ്ററാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അത് മുക്കാനായിട്ട് നമുക്കൊരു റൊട്ടിപ്പൊടിയും വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമല്ല, മുട്ട എടുത്തിട്ട് മുട്ടയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ഇത് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. ചിലർക്ക് മുട്ടയുടെ ആ ഒരു മണമൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മൈദയ്ക്കകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സ്റ്റൗ ഓണാക്കി നമുക്ക് വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വെക്കാം. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വെക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി, കാരണം ഇത് അധികം എണ്ണ കുടിക്കത്തില്ല. ഇനി എണ്ണയൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ആദ്യമേ നമ്മളെപ്പോഴും പാൻ വെച്ചൊന്ന് നന്നായിട്ട് ഫുള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ സിമ്മേലാക്കുക. അപ്പോൾ എണ്ണ ചൂടായി ഞാനിനി സിമ്മേലൊന്ന് നിർത്തുകയാണ്. ഇനി നമ്മുടെ ഓരോ കട്ലറ്റിൻ്റെ ഭാഗങ്ങളെടുത്ത് ബാറ്ററിന് നന്നായിട്ട് മുക്കുക. അതിനുശേഷം റൊട്ടിപ്പൊടിയിലൊന്ന് മുക്കുക. സൂക്ഷിച്ചിടണേ. ഏകദേശം ബ്രൗൺ നിറം വരുമ്പോഴേക്ക് നമ്മൾ അതിനെ ഒന്ന് കോരിയെടുക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അധികം വേകേണ്ടതായിട്ട് വരത്തില്ല, കാരണം ഇത് നമ്മൾ വെന്ത ഏത്തയ്ക്ക ആയതുകൊണ്ട് ഒത്തിരി നേരം കിടന്ന് നോക്കേണ്ട കാര്യമില്ല. ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരാം. ഇതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. കുറച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, കാരണം നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ അതിനകത്ത് കശുവണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടും നന്നായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയും പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ഗുഡ് ബൈ.